സംസ്കൃതത്തിലെ പ്രഥമ സന്ദേശകാവ്യമായ കാളിദാസന്റെ മേഘദൂതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സന്ദേശകാവ്യ പ്രസ്ഥാനം എന്നൊരു വിഭാഗം സാഹിത്യത്തിൽ ഉടലെടുക്കുന്നത്. വിരഹിയായ നായകൻ നായികയ്ക്ക് അയക്കുന്ന സന്ദേശമാണ് പൊതുവിൽ ഇവയുടെ എല്ലാം പ്രമേയം. സന്ദേശകാവ്യങ്ങൾക്ക് രണ്ടു ഭാഗമുണ്ട്, പൂർവ്വ സന്ദേശമെന്നും ഉത്തര സന്ദേശമെന്നും. പൂർവ്വ സന്ദേശത്തില് നായകൻ നായികയുമായി പിരിയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ടാകും. അതുപോലെ തന്നെ നല്ലൊരു സന്ദേശവാഹകനെ കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാവും. പിന്നെ എങ്ങനെയാണ് നായികയുടെ അടുത്തേക്ക് എത്തേണ്ടത് എന്ന് പറയുന്ന മാർഗവർണ്ണനയുമാണ് ഉണ്ടാവുക. ഉത്തര സന്ദേശത്തില് രണ്ടാം ഭാഗത്തില് നായികാ വർണ്ണനവും സന്ദേശവും ഉണ്ടായിരിക്കും. ഇതാണ് സന്ദേശകാവ്യങ്ങളുടെ പൊതു ഘടന എന്ന് പറയുന്നത്. ഇത് ശൃംഗാരപ്രധാനമായിട്ടുള്ള കാവ്യങ്ങളാണെങ്കിലും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ഒട്ടനേകം കാര്യങ്ങൾ സന്ദേശകാവ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നായകനുണ്ട്, നായികയുണ്ട്. നായകനെ നായികയിൽ നിന്നും പിരിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം, അദൃശ്യമോ ദൃശ്യമോ ആയ ഒരു കഥാപാത്രം ഉണ്ടാകും. യുക്തമോ അയുക്തമോ ആയ ഒരു കാരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സന്ദേശവാഹകനും ഉണ്ടായിരിക്കും. പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 3 പേരാണ്: നായകൻ, നായിക, സന്ദേശവാഹകൻ. പിന്നെ ഈ ഒരു കാരണക്കാരനായിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള സൂചനയും ഉണ്ടാകും. ഇത്രയുമാണ് പൊതുവിൽ ആ ഒരു സന്ദേശകാവ്യങ്ങളുടെ ഘടന എന്ന് പറയുന്നത്. സന്ദേശകാവ്യങ്ങൾക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുത്തു വിടുന്ന രീതിയിൽ സന്ദേശപ്പാട്ട് എന്നൊക്കെ പറയുന്ന ചിലത് ഇവിടെ നിന്നിരുന്നു എന്ന് ഉണ്ണിച്ചിരുദേവി ചരിതം പോലെയുള്ളതിൽ സൂചനകളുണ്ട്. ഉണ്ണിച്ചിരുദേവിക്ക് ആരോ സന്ദേശപ്പാട്ട് തയ്യാറാക്കി എന്ന രീതിയിലുള്ള വരികളൊക്കെ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ സന്ദേശപ്പാട്ട് എന്നുള്ള ഒന്ന് ഇവിടെ നിലനിന്നിരുന്നു. പക്ഷെ അതിന് സന്ദേശകാവ്യങ്ങളുടെ പറയുന്ന ഘടനയുമായിട്ടോ രീതിയുമായിട്ടോ ഒന്നും ബന്ധമില്ല. കേരളത്തിലുണ്ടായ പ്രഥമ സന്ദേശകാവ്യമായി നമ്മൾ കണക്കാക്കുന്നത് ലക്ഷ്മിദാസന്റെ ശുക സന്ദേശത്തെയാണ്. ലക്ഷ്മിദാസൻ എന്ന വ്യക്തി എഴുതിയ ശുക സന്ദേശമാണ് കേരളത്തിലുണ്ടായ പ്രഥമ സന്ദേശകാവ്യം. 14ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധമാണ് ശുക സന്ദേശത്തിന്റെ രചനാകാലമായി കണക്കാക്കുന്നത്. മണിപ്രവാള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ പ്രഥമ മണിപ്രവാള സന്ദേശകാവ്യമായി നമ്മൾ കണക്കാക്കുന്നത് ഉണ്ണുനീലി സന്ദേശത്തെയാണ്. ഇത് കൂടാതെ കോക സന്ദേശം എന്നുള്ള ഒന്നും മണിപ്രവാള കാലഘട്ടത്തിലേതായിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്ക സന്ദേശം എന്ന് പറയുന്ന ഒരു സന്ദേശകാവ്യം, പിന്നെ പേരറിയാത്ത നിരവധി ഒറ്റ ശ്ലോകങ്ങളായി അവിടെ ഇവിടെയും കണ്ട ചില സൂചനകളിലൂടെയും നിരവധി സന്ദേശകാവ്യങ്ങൾ മണിപ്രവാള കാലഘട്ടത്തിൽ രചിച്ചിരിക്കുന്നതായി കണക്കാക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട മണിപ്രവാള കാലത്തെ പ്രധാന സന്ദേശകാവ്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണുനീലി സന്ദേശവും കോക സന്ദേശവുമാണ്. മണിപ്രവാളമാലയുടെ മധ്യമണിയായി ശോഭിക്കുന്ന കൃതി എന്ന് ആണ് ഉണ്ണുനീലി സന്ദേശം വിശേഷിപ്പിക്കപ്പെടുന്നത്. വൈശികതന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെ നീണ്ടുകിടക്കുന്ന മണിപ്രവാള സാഹിത്യത്തിന്റെ മധ്യമ മണിയത്രേ ഉണ്ണുനീലി സന്ദേശം. കൊല്ലവർഷം 1081 രസികരഞ്ജിനി മാസികയിലൂടെയാണ് ഈ ഒരു കൃതി ആദ്യമായിട്ട് പുറത്തു വരുന്നത്. കൊല്ലവർഷം 1098 ആറ്റൂർ കൃഷ്ണപ്രസാരടി വ്യാഖ്യാനത്തോടുകൂടി ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് സാഹിത്യ ലോകത്ത് ഇതൊരു ചർച്ചയാകുന്നത്. ഉണ്ണുനീലി സന്ദേശത്തിന്റെ രചയിതാവ് ആര് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ രേഖകളോ സൂചനകളോ ഒന്നും ഇനിയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. രചനാകാലം ഏറെക്കുറെ കൃതിയിലെ ചില ചരിത്ര ഭൂമിശാസ്ത്രപരമായ എല്ലാ സൂചനകളിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്, വായിച്ചെടുക്കുന്നുണ്ട്. അതിൻ പ്രകാരം അനുമാനിച്ചിട്ടുള്ളത്, ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിച്ചിരിക്കുന്ന അനുസരിച്ച് AD 1350 1365 ഇടയിലാകാം ഉണ്ണുനീലി സന്ദേശം രചിച്ചിരിക്കുന്നത്. 1350 1365 ഇടയിലാകാം ഉണ്ണുനീലി സന്ദേശം രചിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാലം ഗണിച്ചെടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു കാലം കണക്കാക്കിയത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ മുൻപ് പറഞ്ഞ ശുക സന്ദേശത്തിലെ ചില പ്രയോഗങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലുണ്ടായ പ്രഥമ സന്ദേശകാവ്യമാണ് ശുക സന്ദേശം എന്ന് പറഞ്ഞു. ശുക സന്ദേശം സംസ്കൃത ഭാഷയിലുള്ള സന്ദേശകാവ്യമാണ്, പക്ഷെ അത് രചിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രഥമ സന്ദേശകാവ്യം ശുക സന്ദേശമാണെന്ന് പറഞ്ഞത്. ശുക സന്ദേശത്തിലെ ചില പദപ്രയോഗങ്ങൾ ഉണ്ണുനീലി സന്ദേശത്തിൽ കാണാം. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, AD 1350 മുതൽ AD 1375 വരെ
തൃപ്പാപ്പൂർ മൂപ്പ് ഭരിച്ചിരുന്ന ആദിത്യവർമ്മനാണ് ഇതിലെ സന്ദേശവാഹകൻ എന്നതും കാവ്യത്തിലെ പല സൂചനകളിൽ നിന്നും വ്യക്തമാണ്. 1350 മുതൽ 1375 വരെ തൃപ്പാപ്പൂർ മൂപ്പ് വാണിരുന്ന ആദിത്യവർമ്മനാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകൻ എന്നതും ഇതിൻ്റെ ഈ ഒരു കാലഗണനയ്ക്ക് സഹായകമാകുന്നു. മൂന്നാമത്തെ കാരണം തുലുക്കൻ പടയുടെ ആക്രമണത്തെക്കുറിച്ച്, വേണാട്ടില് തുലുക്കൻ പടയുടെ ആക്രമണം ഉണ്ടായതിനെ കുറിച്ചുള്ള സൂചന ഉണ്ണുനീലി സന്ദേശത്തിലുണ്ട്. തുലുക്കൻ പടയുടെ ഉപദ്രവം വേണാട്ടിൽ ഉണ്ടായിട്ടുള്ളത് 1335 1365 ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ മാത്രമാണ് എന്ന് ചരിത്ര സൂചനകളുണ്ട്. 1335 മുതൽ 1365 വരെയുള്ള കാലത്തിനിടയ്ക്ക് മാത്രമാണ് വേണാട്ടിൽ തുലുക്കൻ പടയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തുലുക്കൻ പടയുടെ ആക്രമണത്തെ കുറിച്ചുള്ള സൂചനയും ഉണ്ണുനീലി സന്ദേശത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ കാലം നിർണയിക്കുന്നതിന് സഹായകമാകുന്നു. നാലാമത്തെ കാരണം 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ ഉണ്ണുനീലി സന്ദേശത്തിലെ പദ്യങ്ങൾ ഉദ്ധരിച്ചിട്ടുമുണ്ട്. 4 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ശുക സന്ദേശത്തിലെ ചില പ്രയോഗങ്ങൾ ഉണ്ണുനീലി സന്ദേശത്തിൽ കാണുന്നു. 2, AD 1350 മുതൽ 1375 വരെ തൃപ്പാപ്പൂർ മൂപ്പ് വാണിരുന്ന ആദിത്യവർമ്മനാണ് സന്ദേശവാഹകനായിട്ടുള്ളത്. 3, വേണാട്ടിൽ 1335 മുതൽ 1365 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ തുലുക്കൻ പടയുടെ ഉപദ്രവത്തെക്കുറിച്ചുള്ള സൂചന കാവ്യത്തിലുണ്ട്. 4, 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെട്ട ലീലാതിലകത്തിൽ ഉണ്ണുനീലി സന്ദേശത്തിലെ പദ്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് 1350 1365 ഇടയിലാണ് ഉണ്ണുനീലി സന്ദേശം രചിച്ചത് എന്ന് കണക്കാക്കിയിരിക്കുന്നത്. രചയിതാവ് ആരെന്നത് വ്യക്തമല്ല എന്ന് നമ്മൾ പറഞ്ഞു. രചയിതാവിന് തിരുവിതാംകൂർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ ഇന്ന് കോട്ടയം ജില്ലയുടെ ഭാഗമായ പണ്ട് വടക്കങ്കൂറിന്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന കടുത്തുരുത്തി വരെയുള്ള പ്രദേശങ്ങൾ വളരെ പരിചിതമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ വഴികൾ, തിരുവനന്തപുരം മുതൽ കടുത്തുരുത്തി വരെയുള്ള വഴികൾ, അവിടുത്തെ ആറുകൾ, തോടുകൾ, നിലങ്ങൾ, ക്ഷേത്രങ്ങൾ, സുന്ദരികളായിട്ടുള്ള ആ പ്രദേശങ്ങളിലെ സുന്ദരികൾ, നാടുവാഴികൾ തുടങ്ങി എല്ലാത്തിനെക്കുറിച്ചും ഈ ഒരു വലിയൊരു പ്രദേശത്തെ, തിരുവനന്തപുരം മുതൽ കടുത്തുരുത്തി വരെയുള്ള വലിയൊരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള സകല സവിശേഷതകളെക്കുറിച്ചും സാമാന്യം നല്ല ധാരണ തന്നെ രചയിതാവിനുണ്ടായിരുന്നു. അത്ര കൃത്യതയോടുകൂടിയാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ ഇവയുടെ വിവരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രതിപാദ്യം രസകരമാണ്. കടുത്തുരുത്തിയിൽ മുണ്ടയ്ക്കൽ ഭവനം എന്ന നായികാഗൃഹത്തിൽ നായികയോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന നായകനെ കാണുന്ന യക്ഷിക്ക് നായകനിൽ ഒരു താല്പര്യം തോന്നുകയും ഉറക്കത്തിൽ അയാളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഉണരുമ്പോൾ താൻ ആകാശമാർഗത്തിൽ സഞ്ചരിക്കുകയാണെന്നും ആരുടെയോ പിടിയിലാണെന്നും മനസ്സിലാക്കുന്ന നായകൻ നരസിംഹ മന്ത്രം ജപിക്കുന്നു. അതോടെ യക്ഷിയുടെ പിടിവിടുകയും നായകൻ താഴെ വീഴുകയും ചെയ്യുന്നു. താഴെ വീണപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ഥലകാല ഭ്രമമുണ്ടായി. അപ്പോഴാണ് വന്തികളുടെ സ്തുതികൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. ആ സ്തുതികളിൽ നിന്നും താൻ എത്തപ്പെട്ടത്, താൻ വന്നു വീണത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രഭാതത്തിലെ വന്ദനങ്ങളും സ്തുതികളും ഒക്കെയാണ് അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. അവിടെ രാവിലെ തൊഴാനെത്തിയ ആദിത്യവർമ്മനെ കണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ച് ആദിത്യവർമ്മന്റെ കയ്യിൽ നായികയ്ക്കുള്ള സന്ദേശം കൊടുത്തുവിടുന്നതാണ് കാവ്യത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇവിടെ ആദ്യ ഭാഗത്ത് പൂർവ്വ സന്ദേശത്തില് മാർഗവർണ്ണന ഒക്കെ പറയുന്ന ആ ഒരു ഭാഗത്ത് സന്ദേശവാഹകനോടൊക്കെ സംസാരിക്കുന്നിടത്തൊന്നും വിരഹത്തിന്റെ ആ ഒരു താപം, വിരഹവേദനയിൽ ഉഴലുന്ന ഒരാളുടെ ഭാവമൊന്നും നായകനിൽ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന് നിരൂപകർ വിമർശിക്കുന്നൊക്കെയുണ്ട്.
എന്തായാലും അത്രയും എന്താ പറയുക, സന്ദേശകാവ്യത്തിന്റെ ആ ഒരു ഘടന, അതിലെ പ്രമേയം, ഇതിനൊക്കെ തന്നെയായിരുന്നു പിൽക്കാലങ്ങളിൽ പലപ്പോഴും പ്രാധാന്യം വന്നിട്ടുള്ളത്. അതിലെ ഭാവം, തീവ്ര വിരഹത്തിൽ വീണ് എന്താ പറയുക, അതിവൈകാരികതയുടെ ഭാവങ്ങൾ പലപ്പോഴും അതിൽ കാണുവാൻ സാധിക്കില്ല. പലപ്പോഴും വിരഹം വരുമ്പോൾ നായിക വർണ്ണന ഒക്കെ നടത്തുന്ന ഭാഗത്ത് അതൊക്കെ സൂചിപ്പിക്കുമെന്നുള്ളതല്ലാതെ പൊതുവിൽ കുറച്ചുകൂടി കൃത്യതയാർന്ന വിവരണങ്ങൾക്ക് തന്നെയാണ് അതിവൈകാരികതയേക്കാൾ പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കുക. എന്തായാലും പ്രമേയം ഇതാണ്. കാവ്യാരംഭത്തില് ശിവൻ, സരസ്വതി ഇവരെയൊക്കെ വന്ദിച്ചുകൊണ്ട്, ശിവൻ, ഗണപതി, സരസ്വതി ഇവരെ വന്ദിച്ചുകൊണ്ട് പതുക്കെ ശ്രീപത്മനാഭനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നു. പ്രഭാതത്തെ കുറിച്ചുള്ള ഒരു വർണ്ണന നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിൽ കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആദിത്യവർമ്മനെ കണ്ടെത്തുന്നതും ആദിത്യവർമ്മനെ കുറെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തന്റെ നായികയ്ക്ക് ഇതൊന്ന് എത്തിക്കുമോ എന്ന് ചോദിച്ച് സംസാരിക്കുന്നതുമെല്ലാം. മറ്റൊരു സവിശേഷത ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മേഘദൂത്, മേഘസന്ദേശം തൊട്ടുള്ള സന്ദേശ കാവ്യങ്ങളിലെല്ലാം സന്ദേശവാഹകന്റെ പേരിലാണ് കാവ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത്. മേഘസന്ദേശം എന്ന് പറയുമ്പോൾ മേഘമാണ് അവിടെ സന്ദേശവാഹകനായിട്ട്, ദൂതനായിട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ശുഖസന്ദേശം, കോകസന്ദേശം, കാകസന്ദേശം എന്നെല്ലാം പറയുന്നിടത്ത് സന്ദേശവാഹകന്മാരുടെ പേരാണെങ്കിൽ, ഇവിടെ മണിപ്രവാളത്തിലെ പ്രഥമ സന്ദേശകാവ്യമായി കണ്ടെത്തിയിട്ടുള്ള ഉണ്ണുനീലി സന്ദേശത്തിൽ കാവ്യത്തിന്റെ പേര് നായികയുടെ പേരിലാണ്. ഉണ്ണുനീലി എന്ന നായികയുടെ പേരിലാണ് ഇതിലെ കാവ്യത്തിനും പേര് നൽകിയിരിക്കുന്നത് എന്നതും ഇതിന്റെ ഒരു സവിശേഷതയാണ്. ഉണ്ണുനീലി സന്ദേശത്തിന്റെ മറ്റ് സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ, അലങ്കാര പ്രയോഗങ്ങളിൽ വളരെ കയ്യൊതുക്കമുള്ള ആളായിരുന്നു കവി എന്ന് കാണാം. ഇത്തരം മണിപ്രവാള കാവ്യങ്ങൾ പോലെ പ്രയോഗിക്കേണ്ടതിന് വേണ്ടി അലങ്കാരങ്ങളെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല. വളരെ കയ്യൊതുക്കത്തോടെ, വളരെ മികവോടുകൂടിയാണ് ഉണ്ണുനീലി സന്ദേശകാരൻ അലങ്കാരങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, ചരിത്രപരമായ വസ്തുതകളുടെ കലവറയായി ഉണ്ണുനീലി സന്ദേശത്തെ കണക്കാക്കാം എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കടുത്തുരുത്തി വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത് അന്ന് വേണാട്, ഓടനാട്, തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ 4 രാജവംശങ്ങൾ ചേർന്നതായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ കൃത്യതയാർന്ന വിവരണമാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ കാണുവാൻ സാധിക്കുന്നത്. വേണാടിന്റെ തലസ്ഥാനമായിരുന്ന ഇന്നത്തെ കൊല്ലം, അവിടുത്തെ വാണിജ്യ സാമ്രാജ്യം, വേണാടിന്റെയും ഓടനാടിന്റെയും അതിർത്തിയായിട്ടുള്ള കന്നേറ്റി, അത് കഴിഞ്ഞാൽ ഓടനാട് കഴിഞ്ഞു കഴിഞ്ഞാൽ തെക്കൻകൂറിന് മുൻപായിട്ടുള്ള ചിറവ, തെക്കൻകൂറ് പിന്നീട് വടക്കുംകൂറ്, തെക്കൻകൂറും വടക്കുംകൂറും ചേർന്ന് വെമ്പലനാട് എന്നുള്ള ഒരു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് ഇന്നത്തെ വേമ്പനാട് എന്ന് പറയുന്നതാണ് പണ്ട് വേമ്പലനാട് എന്ന് പറഞ്ഞിരുന്നത്. തെക്കുംകൂറും വടക്കുംകൂറും ചേർന്ന് പൊതുവിൽ പറഞ്ഞിരുന്നതാണ്. ഈ പ്രദേശങ്ങൾ, അതിരുകൾ, അവിടുത്തെ ഭരണാധികാരികൾ, ഭരണ സമ്പ്രദായങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ സൂക്ഷ്മമായ വിവരണങ്ങൾ, വളരെ കൃത്യതയാർന്ന വിവരണം നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ചരിത്രപരമായ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ടുള്ള പല ഭരണാധികാരികളുടെയും രീതികൾ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആചാരങ്ങൾ, സാമാന്യമായിട്ട് പൊതുവിലുള്ള ആചാരങ്ങൾ മാത്രമല്ല, അത്യപൂർവമായിട്ടുള്ള ആചാരങ്ങളെ കുറിച്ചുമെല്ലാം എഴുത്തുകാരന് നല്ല ജ്ഞാനമുണ്ടായിരുന്നു. മാത്രമല്ല, ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന പട്ടത്താനം പോലെയുള്ള കാര്യങ്ങള്, ഓരോ വിഭാഗത്തിനും പ്രത്യേക അവകാശം നൽകി അവരോധിക്കുന്ന ചടങ്ങുകൾ, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുമൊക്കെ സൂക്ഷ്മമായ വിവരണങ്ങൾ ഇതിലുണ്ട്. രാജാക്കന്മാർ, സാമന്തർ, മാടമ്പിമാർ, നമ്പൂതിരിമാർ, പരദേശി ബ്രാഹ്മണർ, ദേവദാസികൾ, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു കേരളീയ സമൂഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പരിച്ഛേദത്തെയാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ സവിശേഷതകളും ജീവിത രീതികളും ഉണ്ണുനീലി സന്ദേശകാരൻ അവിടെ പലപ്പോഴായി പറഞ്ഞു പോയിട്ടുമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ പലവിധ വാദ്യങ്ങളെ കുറിച്ചുള്ള സൂചന നമുക്ക് ഇതിൽ കാണാം. ശൗണ്ഡി, വേണു, സ്തനി, ശബരിക, നന്ദുണി, വീണ, ഇങ്ങനെ നിരവധി വാദ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, സൂചനകൾ നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഓണം പോലെയുള്ള ആഘോഷങ്ങൾ, മലയാള മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആഹ്ലാദ തിമിർപ്പുകൾ,
ഉപ്പന്റെ കരച്ചിൽ കേൾക്കുന്നത് നല്ലതാണോ അല്ലയോ, ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചുള്ള സൂചനകൾ, ഇങ്ങനെയൊക്കെയും ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിച്ച് പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്നത് ചന്തയെക്കുറിച്ചുള്ള, കച്ചവട കേന്ദ്രങ്ങളെ കുറിച്ചുള്ള പരാമർശത്തിൽ കാണുന്നതാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് എന്നൊക്കെ തന്നെയും വിവരിച്ചുകൊണ്ടാണ് മുച്ചന്തിക്കലെ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂവന്തിക്കട എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലങ്ങളിലും അത്തരം സ്ഥലങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നാണ് പല പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മൂവന്തിക്കട പോലെയുള്ളതായിരിക്കണം മുച്ചന്തിക്കവല എന്ന പേരിൽ ഉണ്ണുനീലി സന്ദേശത്തിൽ കാണുന്നത്. അവിടെ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളാകട്ടെ തട്ടം, കട്ടിൽ, മഞ്ചട്ടി, പലകക്കട്ടിൽ തുടങ്ങിയ സാമാനങ്ങൾ, അതുപോലെ തന്നെ കൊഞ്ച്, കൊഴുമീൻ, പാമ്പാട തുടങ്ങിയ വിവിധ ഇനം മത്സ്യങ്ങൾ, ഏലം, മാഞ്ചി, കുന്തിരിക്കം തുടങ്ങിയ പലവിധ ഔഷധങ്ങള്, ഇങ്ങനെ വൈവിധ്യമാർന്ന വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം അങ്ങാടികൾ. പല ദേശങ്ങളിൽ നിന്ന് വന്നവർ പരസ്പരം തങ്ങളുടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നു. മാത്രമല്ല, പണം കൊടുത്ത് സാധനം വാങ്ങിയിരിക്കുന്ന രീതിയല്ല, പലപ്പോഴും സാധനങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട്, പഴയ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ സാധനത്തിന് പകരം സാധനം തന്നെ നൽകുന്ന രീതികളും അവിടെ അത്തരം ചന്തകളിൽ കാണാം എന്നുമെല്ലാം ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ചരിത്ര വസ്തുതകളുടെ കലവറയാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. ദേശവാഴികളെ കുറിച്ച്, അന്ന് ആ ഒരു കാലഘട്ടത്തിലെ പലവിധ ദേശങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ, അതിർത്തികൾ, ആറുകൾ, പുഴകൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ സാംസ്കാരികവും വാണിജ്യപരവുമായിട്ടൊക്കെയുള്ള എല്ലാ സവിശേഷതകളെയും ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. കുട്ടമശ്ശേരി നാരായണ പിഷാരടി കണ്ടെത്തി പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് കോക സന്ദേശം. മണിപ്രവാള സന്ദേശകാവ്യങ്ങളിൽ 2ാം സ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് ഇത്. കൊല്ലവർഷം 1118 പരിഷത്ത് ത്രൈമാസികത്തിലൂടെയാണ് ഇത് പ്രകാശിതമാകുന്നത്. ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ ഭാഷാ ത്രൈമാസികത്തില് ചക്രവാക സന്ദേശം എന്ന പേരിൽ ഇതിലേതാനും പദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായിട്ടുമാണ് സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. പൂർണ്ണമായും ഈ കൃതി കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പൂർവമാർഗ വർണ്ണന ഭാഗത്തിന്റെ ഏതാണ്ട് ഒരു 96ഓളം പദ്യങ്ങൾ മാത്രമാണ് ഇതിന്റെ കണ്ടെത്തിയിട്ടുള്ളത്. രചനാകാലം AD 1400-അടുത്താണെന്നാണ് കണക്കാക്കുന്നത്. ഇതിന് നിരവധി കാരണങ്ങൾ സാഹിത്യ ചരിത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തൃക്കണാമതിലകത്തെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള വർണ്ണന അതിൽ കാണാം. അപ്പൊ തൃക്കണാമതിലകത്തിന്റെ പതനത്തിന് മുൻപായിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. സാമൂതിരി മതിലകം പിടിച്ചു കഴിഞ്ഞു എന്നും ഏറാൾപ്പാട് അവിടെ താമസിക്കുന്നു എന്നുമൊക്കെയുള്ള സൂചനകളും കാവ്യത്തിലുണ്ട്. ഏറാൾപ്പാടിനെ ഗുണകാപുരത്ത് ചെന്ന് കാണണമെന്ന് ഇവിടെ സന്ദേശവാഹകനെ ഉപദേശിക്കുന്നുവെങ്കിലും തിരുവഞ്ചിക്കുളത്ത് എന്ന് പെരുമ്പടപ്പ് മൂപ്പനെ കാണണമെന്ന് പറയുന്നില്ല. എന്നാൽ തിരുവഞ്ചിക്കുളത്തെ കുറിച്ച് നിരവധി പദ്യങ്ങളിലായിട്ട് വർണ്ണിക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും സാമൂതിരി ഗുണകാപുരം വരെ പിടിച്ചടക്കുകയും പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയിലേക്ക് മാറുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് അനുമാനിക്കുന്നത്. ഈ പറഞ്ഞ സൂചനകളിൽ നിന്നുകൊണ്ടാണ് 1400-അടുത്താകാം ഇതിന്റെ രചനാകാലം എന്ന് അനുമാനിക്കുന്നത്. കോക സന്ദേശത്തിന്റെ രചനാകാലം 1400-അടുത്താകാമെന്ന് അനുമാനിക്കുന്നത്. അതായത് സാമൂതിരി ഗുണകാപുരം വരെ പിടിച്ചടക്കുകയും പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയിലേക്ക് മാറുകയും ചെയ്ത ഒരു കാലത്തിന് ശേഷമാണ് എന്ന ഒരു വ്യക്തത ഇതിൽ വരുന്നു. ഏറാൾപ്പാട് ഗുണകാപുരത്ത് താമസിക്കുന്നുണ്ടെന്നും ഏറാൾപ്പാടിനെ പോയി കാണണമെന്നും പറയുന്നു. ഇതിൽ നിന്നെല്ലാം 1400-അടുത്താണ് കോക സന്ദേശം അല്ലെങ്കിൽ ചക്രവാക സന്ദേശം രചിച്ചിരിക്കുന്നത് എന്ന് കണക്കാക്കുന്നത്. ഇനി ഇതിലെ പ്രതിപാദ്യം എന്താണെന്ന് വെച്ചാൽ, നായകൻ പെട്ടെന്ന് മൂർച്ഛിച്ചു വീഴുന്നു. എന്താണ് പറ്റിയത് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ തനിക്കൊരു ഭ്രമമുണ്ടായി, ഒരു ഭ്രമകൽപ്പനയുണ്ടായി, ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ്. വ്യോമചാരിയായിട്ടുള്ള ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആരോ തന്നെ പിടിച്ചുകൊണ്ടു പോകുന്നതായി കണ്ടുവെന്നും താൻ എത്തിച്ചേർന്നത് തെക്കേ മലബാറിൽപ്പെട്ട തൃപ്രങ്ങോട് ഭാഗത്തെവിടെയോ ആണ് എന്നും അവിടെ നിന്നും ഒരു ചക്രവാകം വഴി നായികയുടെ കൈകളിലേക്ക് സന്ദേശം കൊടുത്തയക്കുന്നതായുമാണ് സ്വപ്നം കണ്ടത് എന്ന് പറയുന്നു. അപ്പൊ തൃപ്രങ്ങോട് നിന്ന് ഇടപ്പള്ളി വരെ എത്തുന്ന ഭാഗത്തിന്റെ മാർഗവർണ്ണനകളാണ്
96 പദ്യങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുന്നത്. 96 പദ്യങ്ങളാണ് ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളത്. ഇതില് ചക്രവാകം എന്ന് പറയുന്ന ചക്രവാകം എന്ന് പറയുന്ന പക്ഷി ഒരു ഇല കൊണ്ട് പോലും ഇണയെ പിരിയുവാൻ വിഷമമുള്ള ഒന്നാണ്. അത്രയ്ക്ക് ഒരുമിച്ചിരിക്കുവാൻ, എപ്പോഴും ഒരുമിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷികളെയാണ് ചക്രവാക പക്ഷികൾ. അപ്പൊ വിരഹതാപം എന്ത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവരിൽ ഒന്നിനോട് അർത്ഥിച്ച് തനിക്ക് വേണ്ടി ഈ ഒരു സന്ദേശം നായികയുടെ കൈവശം എത്തിക്കുവാൻ ആവശ്യപ്പെടുന്നത്. വർണ്ണനകൾ കൊണ്ട് മാർഗവർണ്ണനയില് വളരെ മറ്റ് സന്ദേശ കാവ്യങ്ങളെ അപേക്ഷിച്ച് സവിസ്തരം, ഏറ്റവും അധികം വിസ്തരിച്ച് മാർഗവർണ്ണന നടത്തിയിട്ടുള്ള കൃതിയാണ് കോക സന്ദേശമെന്ന് കണ്ടെത്തിയിടത്തോളം ശ്ലോകങ്ങൾ, പദ്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പല പണ്ഡിതരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. മണിപ്രവാള കാലഘട്ടത്തിലേതായിട്ട് പല സന്ദേശകാവ്യങ്ങളും പിന്നീട് ഉണ്ടായതായി പലരും പറയുന്നുണ്ട്. ഒന്നും പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. ചില ശ്ലോകങ്ങളും പദ്യങ്ങളും മാത്രമാണ് അതിന്റെ സൂചനകൾ നൽകുന്നത്. ലീലാതിലകത്തിലും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള പല പദ്യങ്ങളിലും എല്ലാം അതിലേക്ക് വെളിച്ചം വീശുന്നു. മറ്റൊരു പ്രധാന കൃതിയായി പലരും പറയുന്നത് കാകസന്ദേശം എന്ന കൃതിയാണ്. ഇത് നമ്മൾ പറയുന്ന പോലെ ഈ ഒരു പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ള, പരിഹാസ രൂപേണ വന്നിട്ടുള്ള ഒരു കൃതിയാണ് കാകസന്ദേശം എന്നാണ് കണക്കാക്കുന്നത്. കാകസന്ദേശത്തെയും മണിപ്രവാള കാലഘട്ടത്തിലെ ഒരു സന്ദേശകാവ്യമായിട്ട് പറഞ്ഞു പോരുന്നുണ്ട്. ദേവദാസിയായിട്ടുള്ള ഒരു നായിക, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥിയാണ് നായകൻ. എന്നിട്ട് എന്താണോ ഇവിടെ സാധാരണ സന്ദേശ കാവ്യങ്ങളിൽ കാണുന്നത് അതുപോലെയുള്ള വർണ്ണനകളും വൈകാരിക ഭാവങ്ങളും എല്ലാം കലർത്തി ഇവയെ സന്ദേശ കാവ്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സന്ദേശ കാവ്യമായിട്ടാണ് കാകസന്ദേശത്തെയും കാണുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട മണിപ്രവാള സന്ദേശ കാവ്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണുനീലി സന്ദേശവും കോക സന്ദേശവുമാണ്. കാക സന്ദേശം എന്ന് പറയുന്നത് മണിപ്രവാള സന്ദേശ കാവ്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയും ആണ്. അതല്ലാതെയും പല കൃതികളും ഉണ്ടായതായി പല സൂചനകളും ഉണ്ട്. കൃത്യമായ രേഖകളോ ഒന്നും നമുക്ക് അതിന്റെ കൃതികളോ തന്നെയും കണ്ടെത്തിയിട്ടില്ല. ഉണ്ണുനീലി സന്ദേശമായിക്കൊള്ളട്ടെ, കോക സന്ദേശമായിക്കൊള്ളട്ടെ, ഭൂമിശാസ്ത്രപരമായ സൂചനകളിലേക്ക്, ചരിത്രപരമായ ധാരണകളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കൃതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.